ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശക്, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, എൻ നൻപർകളെ, മേരെ സാഥിയോ. Now I am in front of my house, in front of it's in a shop. I'm giving you some classes. Anyway, that's why you heard the sounds. It's heavy run here. Anyway, I will carry. Then I think I gave you the sentences. What are the sentences? Okay, now you can also learn about more sentences. Sentence, what is a sentence? Sentence is a group of words that make complete sense. It's its definition. നമുക്കറിയാം, സെൻറ്റൻസ് പറഞ്ഞാൽ അതായത് പൂർണ്ണമായ വാക്കുകൾ ഉൾക്കൊള്ളുന്ന കുറേ വാക്കുകൾ ഉൾക്കൊള്ളുന്നതെന്ന് പറയാം അല്ലേ. കുറേ ഭാഗങ്ങളെ നമ്മൾ സെൻറ്റൻസ്, പക്ഷേ അതിലെന്തിനുണ്ടാവണം? അർത്ഥം ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ഹീസ് എ ബോയ്, അതിൽ നമ്മൾ ഹീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റ്, ബട്ട് ബോയ് കൂടി വേണം, അവനൊരു കുട്ടിയാണ് അല്ലേ. അതുകൊണ്ടാണ് there are 4 kinds of sentences used in English. आपको मालूम है ना, चारों तरह से सेंटेंस यूज करेगा इन इंग्लिश लैंग्वेज में, अंग्रेजी लैंग्वेज में. वो फर्स्ट वर्ड assertive or declarative sentence. Assertive or declarative. I give you the definition. Assertive sentences are statements. ഓക്കെ, അപ്പോൾ എന്താ പറയുക, പ്രസ്താവനകളായി വരുന്ന വാചകങ്ങൾ അല്ലേ. ഹീ ഈസ് എ ഗ്രേറ്റ് പ്ലെയർ, ഷീ ഈസ് എ ഗ്രേറ്റ് ഡാൻസർ, ഷീ ഈസ് സിംഗിങ് വെൽ, ഇതൊക്കെ നമ്മൾ പറയാം അല്ലേ, പ്രസ്താവനകൾ പറയാം. അപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ മറ്റൊരു പേരാണ് ഡിക്ലറേറ്റീവ്. അപ്പോൾ ദെൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഷീ ഈസ് നോട്ട് എ സിംഗർ പറയാം, ഷീ ഈസ് എ സിംഗർ, ഷീ ഈസ് നോട്ട് എ സിംഗർ, ദെൻ ഇറ്റ് വിൽ ബിക്കം നെഗറ്റീവ്. അപ്പോൾ both of kind of sentences are used in this one. Okay, anyway, it's very easy. Then second one, imperative sentence. Imperative sentences are, it's requests, commands. Then anyway, requests, commands, and one wishes. So many things. അപ്പോൾ അതിൽ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്ലീസ് കം വിത്ത് മീ. എക്സാമ്പിൾ, പ്ലീസ് കം വിത്ത് ദോടാ ജാദാ ഇധർ സേ അല്ലേ, നമ്മൾ പറയും ഹിന്ദി മേ ഇങ്ക വാങ്കോ തമിഴ് മേ. അതുപോലെ പിന്നെ നമ്മൾ പറയുന്നത് കമാൻഡ്സ്, ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. പറയില്ലേ, നമ്മൾ പറയില്ലേ, പുറത്തു പോകാൻ പറയും, അത് ചൂടായി പറയും. ദെൻ വന്നിട്ട് വിഷസ് എന്ന് പറഞ്ഞാൽ മേ ഗോഡ് ബ്ലസ് യു, വിഷസ് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഇനി കുറേ പേരുണ്ട് കേട്ടോ അതിൽ, ഞാൻ അതിൽ നീട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ 1, 2 ദെൻ ഇൻറ്ററോഗേറ്റീവ്, തേർഡ് വൺ. ദെൻ വാട്ട്സ് ദി ഇൻറ്ററോഗേഷൻ ഇറ്റ് മീൻസ് ക്വസ്റ്റ്യൻ. എല്ലാ ചോദ്യങ്ങളും ഇതിൽ വരാം. വാട്ട്സ് യുവർ നെയിം, വെർ ആർ യു ലിവിങ്, ഹൗ ആർ യു, ലൈക്ക് ദാറ്റ്. ഇതെല്ലാം ഇൻറ്ററോഗേറ്റീവ്. ലാസ്റ്റ് വൺ ഇസ് എക്സ്ക്ലമേറ്ററി. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പ്രശ്നം പറയുകയാണ്, ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആർ ക്വസ്റ്റ്യൻസ്, മനസ്സിലായി. ലാസ്റ്റ് വൺ ദെൻ ഇറ്റ്സ് എക്സ്ക്ലമേറ്ററി. യു നോ വാട്ട്സ് എക്സ്ക്ലമേറ്ററി? ടു എക്സ്പ്രസ് സഡൻ ഫീലിങ്സ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ആർ യൂസ്ഡ്. നമ്മൾ പെട്ടെന്നുണ്ടാവുന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ അതിനെ പ്രകടിപ്പിക്കാനാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയാം, ഓ വാട്ട് എ ഷോട്ട് ദാറ്റ് ഈസ് അല്ലേ, നമ്മൾ കളിയാണ്, ഓ എന്തൊരു ഷോട്ടാണ് അല്ലേ. ഹൗ ക്രൂവൽ ഷീസ്, നമ്മൾ എന്തൊരു ക്രൂരയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ എക്സ്ക്ലമേറ്ററി പറയും. അപ്പോൾ ഇതാണ് ഒരു സെക്ഷൻ. ദെൻ ഐ വിൽ കം സൂൺ വിത്ത് യു afterwards. Okay then, goodbye.